കോൺഗ്രസ് ഓഫ് വിയന്നയാണ്. ഇവിടെ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടായിരുന്നു. നെപ്പോളിയൻ ബോണോപ്പാർട്ട് ഹാഡ് ബ്രോഡ് ദ ഹോൾ ഓഫ് യൂറോപ്പ് അണ്ടർ ഹിസ് റൂൾസ്. അപ്പോൾ ഫ്രഞ്ച് റവല്യൂഷന് ശേഷം നെപ്പോളിയൻ ബോണോപ്പാർട്ട് എന്ത് ചെയ്തു? ഫ്രാൻസിൽ അധികാരത്തിൽ വരികയും ഫ്രാൻസ് മുഴുവൻ അദ്ദേഹത്തിൻ്റെ അധീനതയിൽ കൊണ്ടുവരികയും ചെയ്തു. ഹി പുൾ ഡൗൺ ദ ബൗണ്ടറീസ് ഓഫ് കൺട്രീസ്. അദ്ദേഹത്തിൻ്റെ രാജ്യത്തിൻ്റെ അതിർത്തികൾ അദ്ദേഹം എന്ത് ചെയ്യാൻ തുടങ്ങി? വർദ്ധിപ്പിക്കാനായിട്ട് തുടങ്ങുന്നു. സിമിലർലി ഹി annexed at the roots of dynasties. അതോടൊപ്പം തന്നെ എന്താണ്? പുതിയ പുതിയ രാജ്യഭാഗങ്ങളെ എന്ത് ചെയ്തു? ഈ രാജ്യത്തിൻ്റെ ഭാഗമാക്കി കൂട്ടിച്ചേർക്കുകയും ചെയ്തു. ബട്ട് ദ ഫാൾ ഓഫ് നെപ്പോളിയൻ 1815 brought his political storm to an end. പക്ഷേ 1815 നെപ്പോളിയൻ ബോണപ്പാർട്ടിൻ്റെ അധഃപതനം ആരംഭിക്കുന്നു. അതോടുകൂടി അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയപരമായ കൊടുങ്കാറ്റ് എന്ത് ചെയ്തു? അവിടെ അവസാനിക്കുകയും ചെയ്തു. The victorious allies thought that their sleepless nights were over and wanted to put the political arc of Europe back to 1789. അപ്പോൾ അവിടുത്തെ റൈറ്റേഴ്സിൻ്റെയൊക്കെ ഇവിടുത്തെ വിക്ടോറിയസ് ആയിട്ടുള്ള അലീസ് ഉണ്ട്. അദ്ദേഹത്തിനോട് എതിർത്ത് ജയിച്ച ആളുകളാകും. അവസാനം അദ്ദേഹത്തെ എന്ത് ചെയ്യാണ്? പരാജയപ്പെടുത്തി. നമ്മൾ പറഞ്ഞു സെൻറ്റ് ഹെലനിലേക്ക് എന്ത് ചെയ്യണം? നാട് കടത്തിയാണ്. അപ്പോൾ അവരുടെ വിശ്വാസം എന്ന് പറയുന്നത് അവരുടെ ഉറക്കമില്ലാത്ത രാത്രികൾ എന്ത് ചെയ്തു? അവസാനിച്ചു എന്നും and they wanted to put the political clock of Europe back to 1789. 1789 പോലെ അല്ലെങ്കിൽ 89 മുമ്പുള്ള ആ ഒരു രാഷ്ട്രീയപരമായ തിരിച്ചുവരവ് യൂറോപ്പിൽ കൊണ്ടുവരാൻ കഴിയുമെന്ന് ആരും വിചാരിച്ചു? ഈ വിജയിച്ച കക്ഷികൾ പ്രതീക്ഷിക്കുകയുണ്ടായി. In order to achieve this mission, thorough discussions, the statesmen of Europe met in Vienna, the capital of Austria. അപ്പോൾ ഇതിനെക്കുറിച്ചൊരു ചർച്ച ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്തു? ആ ഒരു ലക്ഷ്യ സാക്ഷാത്കാരത്തിന് വേണ്ടി യൂറോപ്പിലെ നയതന്ത്രജ്ഞന്മാരെല്ലാം കൂടി എന്ത് ചെയ്യുന്നു? ഓസ്ട്രേലിയയുടെ ക്യാപിറ്റലായ വിയന്നയിൽ എന്ത് ചെയ്യുന്നു? സമ്മേളിക്കുന്നു. ദിസ് ഗ്രേറ്റ് ഗാദറിംഗ്സ് ഈസ് നോൺ ആസ് കോൺഗ്രസ് ഓഫ് വിയന്ന. ഈ കൂടിച്ചേരലിനെയാണ് എന്ത് വിളിക്കുന്നത്? കോൺഗ്രസ് ഓഫ് വിയന്ന എന്ന് പറയുന്നത്. ഇപ്പം നെപ്പോളിയൻ്റെ കാലഘട്ടത്തിൽ എന്ത് ചെയ്തു? എൻ്റയർ യൂറോപ്പ് നെപ്പോളിയൻ്റെ കൺട്രോളിൽ വരുന്നു. എന്നാൽ 1815 എന്ത് ചെയ്യുന്നു? ആ നെപ്പോളിയൻ്റെ ഭരണം അവസാനിക്കുന്നു. അപ്പോൾ യൂറോപ്പിലെ ആ നേരത്തെ വിജയിച്ച കക്ഷികളെല്ലാം കൂടി തീരുമാനിച്ച് എന്ത് ചെയ്യാൻ? ആ യൂറോപ്പിൻ്റെ പഴയ ഒരു കാലം പ്രതിഭയിലേക്ക് എന്ത് ചെയ്യണം? യൂറോപ്പിനെ മടക്കിക്കൊണ്ടുവരണം. അതിനു വേണ്ടിയിട്ട് അവിടുത്തെ സ്റ്റേറ്റ്സ്മെൻ എല്ലാം കൂടി ഓസ്ട്രിയയുടെ തലസ്ഥാനമായിട്ടുള്ള വിയന്നയിൽ എന്ത് ചെയ്യുന്നു? ഒത്തുകൂടുന്നു. അപ്പോൾ ആ ഒരു കൂടിച്ചേരലിന്, ആ ഒരു കൂടിക്കാഴ്ചയ്ക്ക് നൽകിയ പേരാണ് എന്താ? കോൺഗ്രസ് ഓഫ് വിയന്ന എന്ന് പറയുന്നത്. ഇനി ഇതിനകത്ത് പങ്കെടുത്ത ആളുകളായിരിക്കും നമുക്ക് നോക്കാം. വിത്ത് ഓൺലി എക്സെപ്ഷൻ ഓഫ് ടർക്കി, ആൾ ദ യൂറോപ്യൻ സ്റ്റേറ്റ്സ് വെയർ റെപ്രസെൻറ്റിംഗ് ഇൻ ദ കോൺഗ്രസ്. അപ്പോൾ ടർക്കി ഒഴികെ ബാക്കിയുള്ള എല്ലാ യൂറോപ്യൻ സ്റ്റേറ്റുകളും എന്ത് ചെയ്തു? ഈ കോൺഗ്രസ് ഓഫ് വിയന്ന എന്ന് പറയുന്ന സമ്മേളനത്തിൽ പങ്കെടുത്തു. ടർക്കി പിന്നെ യൂറോപ്പിലാണ് അല്ല, അന്ന് ഈ നെപ്പോളിയൻ എന്ത് ചെയ്തു? ആക്രമിച്ച് കീഴ്പ്പെടുത്തിയ മേഖലയ്ക്കാണ്. കാരണം ഈ എംപയർ എക്സ്പാൻഷനിൽ ടർക്കിയൊക്കെ എന്ത് ചെയ്തു? അത് വന്നിട്ടുണ്ടായിരുന്നു. ദ മീറ്റിംഗ് വാസ് എ കളക്ഷൻ ഓഫ് ദി വെരി ബിഗ് മെൻ ഓഫ് ദ കോണ്ടിനെൻറ്റ്. അപ്പോൾ ആ കോണ്ടിനെൻറ്റിലെ, യൂറോപ്യൻ കോണ്ടിനെൻറ്റിലെ എല്ലാ ശക്തന്മാരായിട്ടുള്ള ആളുകളും എന്ത് ചെയ്തു? ഈ സമ്മേളനത്തിൽ പങ്കെടുത്തു. ഇൻ ഫാക്ട് ദ കോൺഗ്രസ് വാസ് ഡോമിനേറ്റഡ് ബൈ ബിഗ് ഫോഴ്സ്. അപ്പോൾ ഇങ്ങനെ എല്ലാ ആളുകളും വന്നു എങ്കിൽ പോലും യഥാർത്ഥത്തിൽ യൂറോപ്പിലെ 4 പ്രധാനപ്പെട്ട ശക്തികൾ, അതായത് ഓസ്ട്രിയ, റഷ്യ, പ്രഷ്യ, ഇംഗ്ലണ്ട്, ഈ 4 പവേഴ്സായിരുന്നു ഈ സമ്മേളനത്തിന് എന്താ കൂടുതൽ പ്രാധാന്യം നൽകിയത്. ദ അസംബ്ലി വാസ് അൺഡൗട്ടഡ്ലി ഡോമിനേറ്റഡ് ആൻഡ് ക്യാരിഡ് ഓൺ ബൈ മെറ്റർനിഷ്, ദ ഓസ്ട്രിയൻ ചാൻസലർ. ഈ സമ്മേളനത്തിന് നേതൃത്വം കൊടുത്തത് ഓസ്ട്രിയയുടെ ചാൻസലറായിരുന്ന മെറ്റർനിഷ് ആയിരുന്നു. ഇറ്റ് വാസ് ഹു പ്രിസൈഡഡ് ഓവർ ദ കോൺഗ്രസ്. അദ്ദേഹമായിരുന്നു എന്താണ്? ഈ സമ്മേളനത്തിന് അധ്യക്ഷത വഹിക്കുന്നത്. മെറ്റർനിഷ് എന്ന് പറയുന്ന ഷോർട്ട് ക്വസ്റ്റനായിട്ട് എന്ത് ചെയ്യാം? ചോദിക്കും. ഇപ്പോൾ ചോദിച്ചാൽ മെറ്റർനിഷ് വാസ് ദ ചാൻസലർ ഓഫ് ഓസ്ട്രിയ ഡ്യൂറിങ് 1815
he presided over the meetings of Concerta and Congress of Vienna. അപ്പോൾ ഇദ്ദേഹമാണ് എന്ത് ചെയ്തത് ഈ മീറ്റിംഗ് നേതൃത്വം കൊടുത്തത്? മെറ്റർനിഷ്. Referring his big role, it is commonly said that he could swim like a fish into the sparkling whirlpool of Vienna. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഒരു ഡോമിനേഷൻ ഉള്ളത് കൊണ്ട് ഈ ഒരു സമ്മേളനത്തെക്കുറിച്ച് എന്ത് ചെയ്യുന്നു പറഞ്ഞ ഒരു കൊട്ടേഷൻ ഇപ്രകാരമാണ്: മെറ്റർനിഷിന് എന്ത് ചെയ്യാം? ഹി കുഡ് സ്വിം ലൈക്ക് എ ഫിഷ് ഇൻ ദ സ്പാർക്ലിംഗ് വേൾപൂൾ ഓഫ് വിയന്ന. വിയന്നയാകുന്ന ആ ലോകസമുദ്രത്തിൽ അല്ല വെടിത്തിളങ്ങുന്ന ലോകസമുദ്രത്തിലെ ഒരു മത്സ്യത്തെ പോലെ ആൾക്ക് എന്ത് ചെയ്യാം? നീന്തി തുടിക്കാം എന്നൊരു പ്രസ്താവന ആരെക്കുറിച്ച് ഇറങ്ങി? മെറ്റർനിഷിനെ കുറിച്ച് ഇറങ്ങിയുണ്ടായി. ഇനി ഇതിൻ്റെ ഈ കോൺഗ്രസ് ഓഫ് വിയന്നയുടെ എയിമാണ് നമുക്ക് കാണുന്നത്. ദ ഫസ്റ്റ് വാർഡ്സ് ഓഫ് വിയന്ന കോൺഗ്രസ് വെയർ റീസ്റ്റോറേഷൻ, ലെജിറ്റിമസി ആൻഡ് കോമ്പൻസേഷൻ. അപ്പോൾ ഈ കോൺഗ്രസ് ഓഫ് വിയന്നയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് 3 കാര്യങ്ങളാണ്. ഒന്ന് റീസ്റ്റോറേഷൻ, വാച്ച് ആൻഡ് വാർഡ്സ് കേട്ടില്ല, നമ്മുടെ വാച്ച് വാർഡ്സ്. അപ്പോൾ അതിൻ്റെ പ്രധാനപ്പെട്ട 3 ലക്ഷ്യങ്ങൾ, വാച്ച് വേർഡ്സ് ഓഫ് ദ കോൺഗ്രസ് ഓഫ് വിയന്ന, അതിൻ്റെ ആപ്തവാക്യങ്ങൾ എന്ന് പറയാം. അപ്പോൾ അതെന്ന് പറയുന്ന 3 എണ്ണമായിരുന്നു. ഒന്ന് റീസ്റ്റോറേഷൻ, രണ്ടാമത് ലെജിറ്റിമസി, മൂന്നാമത്തത് കോമ്പൻസേഷൻ. By the term restoration, the diplomats decided that restoration കൊണ്ട് ഉദ്ദേശിച്ചത് ഇപ്രകാരമായിരുന്നു. The diplomats decided that the efforts of Napoleon flood that had washed away the age-old political fences. അതായത് നെപ്പോളിയാനിക് എഫക്റ്റ് മൂലം ഉണ്ടായ ആ ഒരു ഫ്ലഡ് എന്ത് ചെയ്തു? ആ യൂറോപ്പിൻ്റെ ആ ഏജ് ഓൾഡ് ആയിട്ടുള്ള പൊളിറ്റിക്കൽ ഫെൻസസിനെല്ലാം, രാഷ്ട്രീയ അതിർത്തികളെല്ലാം എന്ത് ചെയ്ത് കഴുകിക്കളഞ്ഞു പോകും. അപ്പോൾ അതിനെ കഴുകിക്കളഞ്ഞുകൊണ്ട് എന്ത് ചെയ്യുക? ഒരു പുതിയ ബൗണ്ടറീസ് എന്ത് ചെയ്യുക? യൂറോപ്പിന് ക്രിയേറ്റ് ചെയ്യുക. അതായിരുന്നു റീസ്റ്റോറേഷൻ എന്ന ടേം കൊണ്ട് എന്ത് ചെയ്യുന്നത് ഉദ്ദേശിച്ചത്. ദ ബൗണ്ടറീസ് വേർ ടു ബി റീസ്റ്റോർഡ് ടു restored in the pre-French Revolution level. അപ്പോൾ അതിൻ്റെ അതിർത്തികൾ പുനർനിർണ്ണയിക്കേണ്ടത് ഫ്രഞ്ച് റവല്യൂഷന് മുമ്പ് യൂറോപ്പ് എങ്ങനെയായിരുന്നു, ഫ്രഞ്ച് റവല്യൂഷന് ശേഷം നെപ്പോളിയൻ്റെ കൺട്രോളിൽ എന്ത് ചെയ്തു? നമ്മൾ നേരത്തെ പറഞ്ഞു, എല്ലാ മേഖലകളെയും ആക്രമിച്ച് കീഴ്പ്പെടുത്തി നെപ്പോളിയൻ പിടിച്ചടക്കിയായിരുന്നു. അപ്പോൾ ആ നെപ്പോളിയൻ്റെ ആ ഒരു കൊടുങ്കാറ്റ് മൂലം എന്ത് ചെയ്യുന്നു? പണ്ടുണ്ടായിരുന്ന യൂറോപ്പിൻ്റെ രാഷ്ട്രീയ അതിർത്തികളെല്ലാം എന്ത് ചെയ്തു? ഇല്ലാതായി. അപ്പോൾ അതിനെ പുതുതായിട്ട് എന്ത് ചെയ്യുക? പുനഃസൃഷ്ടിക്കുക എന്ന് വെച്ചാൽ ആ പ്രീ ഫ്രഞ്ച് റവല്യൂഷൻ പീരീഡിൽ ഇത് എങ്ങനെയായിരുന്നോ, യൂറോപ്പ് എങ്ങനെയായിരുന്നോ അതേപോലെ എന്ത് ചെയ്യുക? യൂറോപ്പിനെ തിരികെ കൊണ്ടുവരിക. അതായിരുന്നു ഈ റീസ്റ്റോറേഷൻ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് കൊണ്ട് അവർ ഉദ്ദേശിച്ചത്. ഇനി ലെജിറ്റിമസി മീൻ ദ reinstatation of the rightful and all the kings to their kingdoms. അതായത് ലെജിറ്റിമേഷൻ കൊണ്ട് ഉദ്ദേശിച്ചത് പണ്ട് രാജാധികാരത്തിലിരുന്ന ആ ആളുകൾക്ക് എന്ത് ചെയ്യണം? അവരുടെ രാജ്യങ്ങൾ തിരിച്ച് കൊടുക്കണം. ഇനി ദ പ്രിൻസിപ്പിൾ ഓഫ് കോമ്പൻസേഷൻ സ്റ്റുഡ് ഫോർ റീബിൽഡിംഗ് ദ സ്റ്റേറ്റ് ദാറ്റ് ഹാഡ് ഓപ്പോസ്ഡ് നെപ്പോളിയൻ ആൻഡ് ടു പണിഷ് ദോസ് വിച്ച് സപ്പോർട്ട് ദ കിങ്. ഇനി കോമ്പൻസേഷൻ എന്ന് പറയുന്ന ആ ഒരു കൺസെപ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ത് ചെയ്യുക? റീബിൽഡിംഗ് ദ സ്റ്റേറ്റ് ഹാഡ് ഓപ്പോസ്ഡ് നെപ്പോളിയനെ എതിർത്ത രാഷ്ട്രങ്ങളെ എന്ത് ചെയ്യുക? റീബിൽഡ് ചെയ്യുക. നെപ്പോളിയനെ സപ്പോർട്ട് ചെയ്ത രാജ്യങ്ങളെ എന്ത് ചെയ്യാം? പണിഷ് ചെയ്യുക. അതായിരുന്നു ഏതാ കോമ്പൻസേഷൻ എന്ന് പറയുന്ന കൺസെപ്റ്റ് കൊണ്ട് ഉദ്ദേശിച്ചത്. ഇനി ദ ടു ബേസിക് ഇഷ്യൂ ഇൻ ഫ്രണ്ട് ഓഫ് ദ വിക്ടറീസ് വെയർ ദ ക്വസ്റ്റ്യൻ ഓഫ് റീസ്റ്റോറിംഗ് പീസ് ആൻഡ് റീഡ്രോയിങ് ദ മാപ്പ് ഓഫ് യൂറോപ്പ്. അപ്പോൾ ഈ വിക്ടറീസിനെ അലട്ടിയ 2 പ്രധാനപ്പെട്ട പ്രശ്നങ്ങളെന്ന് പറയുന്നത്, ഒന്നാമത്തത് ക്വസ്റ്റ്യൻ ഓഫ് റീസ്റ്റോറിംഗ് പീസ്, എങ്ങനെ പുനഃസമാധാനം എന്ത് ചെയ്യാം? യൂറോപ്പിൽ സ്ഥാപിക്കാം. അതോടൊപ്പം തന്നെ എങ്ങനെ യൂറോപ്പിൻ്റെ മാപ്പ് പുതുതായിട്ട് എന്ത് ചെയ്യാം? റീഡ്രോ ചെയ്യാം. ഇങ്ങനെ 2 പ്രശ്നങ്ങളുടെ മുമ്പിൽ എന്ത് ചെയ്തു? വലിയൊരു പ്രോബ്ലമായിട്ട് ഉണ്ടായിരുന്നു. These 2 things were
ഫൗണ്ടഡ് ഡീപ് റൂട്ടഡ്. അപ്പോൾ അത് വളരെയധികം എന്താ ആഴത്തിൽ പതിഞ്ഞ രണ്ട് സംഭവങ്ങളായിരുന്നു. ഒന്ന് എന്ത് ചെയ്യുക, റീസ്റ്റോറിങ് പീസ്, സമാധാനം പുനഃസ്ഥാപിക്കുക. രണ്ടാമത്തെ എന്ത് ചെയ്യണം, ഈ റീഡ്രോയിങ് ദ മാപ്പ് ഓഫ് യൂറോപ്പ് എന്ന് പറയുന്നത്. സോ ദ കോൺഗ്രസ് എയിംഡ് അറ്റ് വിന്നിങ് പെർമനൻറ്റ് പീസ് ബൈ ഡിസ്കറേജിങ് റവല്യൂഷണറി മൂവ്മെൻറ്റ്. അപ്പോൾ കോൺഗ്രസിൻ്റെ ഒന്നാമത്തെ ലക്ഷ്യം എന്ന് പറയുന്നത് പെർമനൻ്റ് ആയ പീസ് എന്ത് ചെയ്യുക, വിൻ ചെയ്തെടുക്കുക. അതായത് റവല്യൂഷണറി മൂവ്മെൻറ്റിനെ നിരുത്സാഹപ്പെടുത്തിക്കൊണ്ട് എന്ത് ചെയ്യണം, പെർമനൻ്റ് ആയിട്ട് സമാധാനം എന്ത് ചെയ്യണം, സ്ഥാപിച്ചെടുക്കണം. അതായിരുന്നു ഒന്നാമത്തെ എയിം എന്ന് പറയുന്നത്. ഇനി ദിസ് വാസ് ബിക്കോസ് ഓഫ് ദ ഫാക്ട് ദാറ്റ് മെറ്റർനിഷ് കൺസിഡേർഡ് ഫ്രഞ്ച് റവല്യൂഷൻ എ കഴ്സ് ആൻഡ് നെപ്പോളിയൻ. എന്തുകൊണ്ടാണ് തീരുമാനം എടുക്കാൻ കാരണം, മെറ്റർനിഷിൻ്റെ കാഴ്ചപ്പാടിൽ ഈ ഫ്രഞ്ച് വിപ്ലവം എന്ന് പറയുന്നത് ഒരു ശാപമായിട്ടും നെപ്പോളിയൻ അദ്ദേഹം എന്ത് ചെയ്തു, ഒരു ഡെവിളായിട്ടാണ് എന്ത് ചെയ്തത്, കൺസിഡർ ചെയ്തത്. അപ്പോൾ അതിൽ നിന്നൊരു മോചനം അതെന്ന് പറയുന്നത് പെർമനൻ്റ് ആയിട്ട് എന്ത് ചെയ്യുക, സമാധാനം സ്ഥാപിക്കണം, റെവല്യൂഷണറി ആയിട്ടുള്ള മൂവ്മെൻറ്റുകളെ എന്ത് ചെയ്തുകൊണ്ട് ഇല്ലാതാക്കിക്കൊണ്ട്. സോ മെറ്റർനിഷ് വാസ് ഡിറ്റർമൈൻഡ് ദാറ്റ് ദർ ഷുഡ് ബി നോ മോർ റവല്യൂഷൻ ആൻഡ് നോ മോർ നെപ്പോളിയൻ ഇൻ ഫ്യൂച്ചർ. അപ്പോൾ മെറ്റർനിഷിൻ്റെ തീരുമാനം എന്ന് പറയുന്നത് എന്തായിരുന്നു, ഇനി ഭാവിയിലൊരു റവല്യൂഷൻ പാടില്ല, അല്ലെങ്കിൽ ഭാവിയിലൊരു നെപ്പോളിയൻ എന്ത് ചെയ്യാൻ പാടില്ല, ഉണ്ടാവാനായിട്ട് പാടില്ല. അതായത് ദിസ് മീൻ ദ എൻഡ് ഓഫ് ഡെമോക്രസി ആൻഡ് ദ ലിബറൽ ഐഡിയാസ് ലൈക്ക് ലിബർട്ടി, ഇക്വാളിറ്റി ആൻഡ് ഫ്രട്ടേണിറ്റി. അപ്പോൾ ഇതെന്ന് പറയുന്നത് എന്താണ്, ജനാധിപത്യം എന്ന് പറയുന്ന ആശയത്തിന് അന്ത്യം കുറിക്കുക. അല്ലെങ്കിൽ ഫ്രഞ്ച് റവല്യൂഷനിലേക്ക് ഏറ്റവും അധികം ഹൈലൈറ്റ് ചെയ്ത മൂന്ന് പ്രധാനപ്പെട്ട കൺസെപ്റ്റുകളായിരുന്നു ലിബർട്ടി, ഇക്വാളിറ്റി, ഫ്രട്ടേണിറ്റി. ഈ മൂന്ന് കൺസെപ്റ്റുകളുടെ അന്ത്യമാണ് എന്താ ഈ മെറ്റർനിഷിൻ്റെ തീരുമാനം കൊണ്ട് ഉണ്ടായത്. The Congress also wanted to set up a permanent organization to preserve peace in Europe. അപ്പം യൂറോപ്പിൽ സ്ഥിരമായി സമാധാനം പുനഃസ്ഥാപിക്കുവാൻ വേണ്ടി, അല്ലെങ്കിൽ സമാധാനം നിലനിർത്തിക്കൊണ്ട് പോകാൻ വേണ്ടി സ്ഥിരമായ ഒരു സെറ്റപ്പ് കൊണ്ടുപോകാനും ആരാഗ്രഹിച്ചു, ഈ കോൺഗ്രസ് ആഗ്രഹിക്കും. അടുത്ത ഇവിടെ നടന്ന ടെറിറ്റോറിയൽ റീഅഡ്ജസ്റ്റ്മെൻ്റ് ആണ്. The sword of Napoleon had badly mutilated the political maps of Europe. അപ്പോൾ ഈ നെപ്പോളിയൻ്റെ ആയുധം അല്ലെങ്കിൽ നെപ്പോളിയൻ്റെ വാൾ എന്ത് ചെയ്തു, വളരെ പൂർണ്ണമായിട്ട് തന്നെ എന്ത് ചെയ്യുന്നു, വളരെ മോശമായിട്ട് തന്നെ ഈ യൂറോപ്പിൻ്റെ മാപ്പിനെ എന്ത് ചെയ്യുകയുണ്ടായി, മുറിവേൽപ്പിക്കുകയുണ്ടായി. കാരണം എല്ലാ മേഖലയും ആക്രമിച്ച് കീഴ്പ്പെടുത്തി നെപ്പോളിയൻ. അപ്പോൾ അതിൽ നിന്നൊരു മോചനമാണ് ഇവർ എന്ത് ചെയ്യുന്നത്, ഉദ്ദേശിക്കുന്നത്. സോ ഹെൻസ് ദ വിയന്ന സെറ്റിൽമെൻറ്റ് എഫക്റ്റഡ് വെരി മച്ച്. അപ്പോൾ അതുകൊണ്ട് എന്താണ്, വളരെയധികം എഫക്റ്റഡ് ആയിട്ടുള്ള ഒരു സെറ്റിൽമെൻറ്റാണ് എന്തുകൊണ്ട് ഉദ്ദേശിച്ചവർ ഈ വിയറ്റ്നാം സെറ്റിൽമെൻറ്റ് കൊണ്ട് എന്ത് ചെയ്യുന്നത്, അത് ഒരു ഉദ്ദേശിക്കുക ചെയ്തത്. സോ they decided to establish territorial readjustment to remake the old political system. അതുകൊണ്ട് കൊണ്ടുപോകാൻ തീരുമാനം എന്ന് പറയുന്നതാണ്, ഭൂമിശാസ്ത്രപരമായിട്ട് എന്ത് ചെയ്യണം, റീഅഡ്ജസ്റ്റ്മെൻറ്റ് കൊണ്ടുവരണം. അതായത് യൂറോപ്പിൻ്റെ പഴയ അവസ്ഥയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി എന്ത് ചെയ്യുക, ഒരു ടെറിറ്റോറിയൽ റീഅഡ്ജസ്റ്റ്മെൻറ്റ് വേണമെന്നുള്ള ഒരു കാഴ്ചപ്പാട് ഇവർ എന്ത് ചെയ്തു, മുന്നോട്ട് വയ്ക്കുക. Then Austria got Lombardy. So Austria got Lombardy, Venetia and Illyria. അപ്പം ഓസ്ട്രിയക്ക് കിട്ടിയ പ്രദേശം എന്ന് പറയുന്നത് ഒന്ന് ലൊംബാർഡി, മറ്റൊന്ന് വെനീഷ്യ, മറ്റൊന്ന് ഇലീറിയ. ബട്ട് ഷീ ഗേവ് ഓസ്ട്രിയൻ നെതർലാൻഡ്സ്, ദാറ്റ് ഈസ് ബെൽജിയം ടു ഹോളണ്ട്. അപ്പോൾ ഇവർക്ക് ഇത് മൂന്ന് പ്രദേശം കിട്ടിയപ്പോൾ എന്ത് ചെയ്യേണ്ടി വന്നു, ഓസ്ട്രിയക്ക് ഓസ്ട്രിയൻ നെതർലാൻഡ്, അതായത് ഇപ്പോഴത്തെ ബെൽജിയം ആർക്ക് കൊടുക്കേണ്ടി വന്നു, ഹോളണ്ടിന് നൽകേണ്ടി വന്നു. റഷ്യ റിസീവ്ഡ് എ ലാർജ് പാർട്ട് ഓഫ് വാഴ്സ. അതായത് വാഴ്സ എന്ന് പറയുന്നത് ഇപ്പോഴത്തെ സെൻട്രൽ ഹോളണ്ടാണ്. അത് ആർക്ക് കിട്ടുന്നു, റഷ്യക്ക് കിട്ടുന്നു. ആൻഡ് ഫിൻലാൻഡ് ടു റഷ്യ, റഷ്യക്ക് എന്ത് കൊടുത്തു, സോറി വാഴ്സയും ഫിൻലാൻഡ് മാർക്ക് കിട്ടുന്നു, റഷ്യക്ക് കിട്ടുന്നു. ഇനി റഷ്യ വാസ് ഗിവൺ വെസ്റ്റ്ഫേലിയ, പൊമേറേനിയ, a large part of Saxony and all vast lands on Rhine. അപ്പോൾ
റഷ്യക്ക് എന്തൊക്കെ കൊടുത്തു വെച്ചാൽ എന്താണ് ഈസ്റ്റ് വെസ്റ്റ്ഫീലിയ കൊടുത്തു, വെസ്റ്റേൺ പൊമേറേനിയ നൽകി, അതുപോലെ തന്നെ എന്താണ് സാക്സണിയുടെ വിശാലമായൊരു ഭാഗം. ഇനി റൈൻ എന്ന് പറയുന്ന മേഖലയിലെ ചതുപ്പ് നിലങ്ങൾ മാർക്ക് കൊടുത്ത് റഷ്യക്ക് വിട്ടുകൊടുത്തു. ദ അച്ചീവ്മെൻറ്റ്സ് ഓഫ് ഇംഗ്ലണ്ട് വെയർ ഔട്ട്സൈഡ് ഇൻ യൂറോപ്പ്. ഇപ്പോൾ ഇംഗ്ലണ്ടിനുണ്ടായ നേട്ടം എന്ന് പറയുന്നത് യൂറോപ്പിന് പുറത്തായിരുന്നു. ഇംഗ്ലണ്ട് ഡിഡ് നോട്ട് ഗെറ്റ് എനി ടെറിട്ടറി ഇൻ യൂറോപ്പ്. യൂറോപ്പിൽ വലിയ സ്ഥലമൊന്നും ആർക്ക് കിട്ടിയില്ല, ഇംഗ്ലണ്ടിന് കിട്ടിയില്ല. ബട്ട് ഷീ ആഡഡ് മുൾത്ത ആൻഡ് കിട്ടിയ മേഖല എന്ന് പറയുന്ന മുൾത്ത മേഖലയും ആൻഡ് സൈസെൻറ്റ് ഇൻ ഹെർ കോളനീസ് ആൻഡ് ഗോട്ട് ദ കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ്. ശിവപ്രതീക്ഷ മുനമ്പ് സൈസെൻറ്റിലെ കോളനികളും മുൾത്ത എന്ന് പറയുന്ന മേഖല ആർക്ക് കിട്ടി, ഇംഗ്ലണ്ടിന് കിട്ടി. അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ ഈ ബിഗ് ഫോർ നേഷൻസ് എന്ത് ചെയ്തു, ദ ബിഗ് ഫോർ നേഷൻസ് ഗെറ്റ് ദ ലയൺ ഷെയർ ഓഫ് ദി സോയിൽ. അവിടുത്തെ യൂറോപ്പിൻ്റെ ഭൂരിപക്ഷ മേഖലയും എന്താ ഈ 4 രാജ്യങ്ങൾക്കായിട്ട്, ഒന്നാമത്തെ ഓസ്ട്രിയ, 2 പ്രഷ്യ, 3 റഷ്യ, 4 ഇംഗ്ലണ്ട്, അവർക്കായിട്ട് എന്ത് ചെയ്തു, വിഭജിച്ച് നൽകുക ചെയ്തു. ഇനി ദ കോൺഗ്രസ് റീഇൻസ്റ്റേറ്റഡ് ദ കിങ് ടു ദിയർ ലോസ്റ്റ് പൊസിഷൻ. ഈ കോൺഗ്രസ് ഓഫ് വിയന്ന വഴി എന്ത് ചെയ്യുന്നു, രാജ്യാധികാരം നഷ്ടപ്പെട്ടു പോയ രാജാക്കന്മാർക്ക് എന്ത് ചെയ്തു, അവരുടെ രാജ്യാധികാരം തിരിച്ചു കിട്ടുന്നു. ലൂയിസ് 18, the brother of Louis XVI, ascent the French throne. അതായത് ലൂയി 18-ാമൻ, അതായത് 16-ാമൻ്റെ സഹോദരനായ 18-ാമൻ എന്ത് ചെയ്യുന്നു, രാജ്യാധികാരം തിരിച്ചു കൊടുക്കുന്നു. അതോടൊപ്പം തന്നെ ഫെർഡിനൻഡ് 7 ഗോട്ട് ബാക്ക് ഹിസ് സ്പാനിഷ് കിങ്ഡം. ഫെർഡിനൻഡ് 7-ാമന് എന്താ സ്പാനിഷ് രാജ്യത്തിൻ്റെ അധികാരം കിട്ടുന്നു. ഇറ്റലി ആൻഡ് ജർമ്മനി which had been united by Napoleon were divided again. അപ്പോൾ നെപ്പോളിയൻ കൂടി ചേർത്ത ഇറ്റലിയും ജർമ്മനി എന്ത് ചെയ്തു, 2 രാജ്യമായിട്ട് പിന്നെ ഡിവൈഡ് ചെയ്യുന്നു. ദ ഓസ്ട്രിയൻ സൂപ്രമസി വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഓൺ ഇറ്റലി ആൻഡ് ജർമ്മനി. അവിടെ എന്ത് ചെയ്യുന്നു, ഓസ്ട്രിയയുടെ മേധാവിത്വം ഇറ്റലിയിലും ജർമ്മനിയിലും എന്ത് ചെയ്യുന്നു, സ്ഥാപിച്ചെടുക്കുക ചെയ്യുന്നു. ദ കോൺഗ്രസ് സെറ്റപ്പ് സ്ട്രോങ് സ്റ്റേറ്റ്സ് ഓൺ ആൾ സൈഡ് ഓഫ് ഫ്രാൻസ് ടു റെസിസ്റ്റ് ഫ്യൂച്ചർ ഇൻവേഷൻസ്. അപ്പോൾ ഈ കോൺഗ്രസ് ഓഫ് വിയന്ന എന്ത് ചെയ്യുന്നു, ഫ്രാൻസിന് ചുറ്റുമായിട്ട് ശക്തമായ രാഷ്ട്രങ്ങൾ എന്ത് ചെയ്യുന്നു, ഉണ്ടാക്കുന്നു. കാരണം ഭാവിയിൽ ഇനി ഒരു എന്ത് ചെയ്യാൻ പാടില്ല, ഒരു ആക്രമണം ഇവിടെ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഫ്രാൻസിന് ചുറ്റുമായിട്ട് വലിയ രാജ്യങ്ങൾ എന്ത് ചെയ്തു, സ്ഥാപിച്ചെടുത്തു. ഇൻ ഓർഡർ ടു എൻഫോഴ്സ് ദ ഡിസിഷൻസ് ഓഫ് വിയന്ന കോൺഗ്രസ്, ദ ബിഗ് ഫോർ നേഷൻസ് ഫോംഡ് ആൻ അസോസിയേഷൻ ഓഫ് ദെയർ ഓൺ കാൾഡ് ട്രിപ്പിൾ അലയൻസസ്. അപ്പോൾ ഈ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ഈ വിയന്ന കോൺഗ്രസിൻ്റെ ലക്ഷ്യങ്ങൾ എന്ത് ചെയ്യാൻ വേണ്ടി, നടപ്പിലാക്കുവാൻ വേണ്ടിയിട്ട് ഇവർ ഈ ബിഗ് ഫോറുകൾ ചേർന്നുണ്ടാക്കപ്പെട്ട ഒരു സംഘടനയായിരുന്നു എന്ന് പറയുന്നത് ക്വാഡ്രപ്പിൾ അലയൻസ് അല്ലെങ്കിൽ ദ ട്രിപ്പിൾ അലയൻസ് എന്ന് പറയുന്നത്. ഇൻ അഡീഷൻ ടു ഇറ്റ്, അതുകൂടാതെ സർ അലക്സാണ്ടർ ഫസ്റ്റ് ഓഫ് റഷ്യ proposed the Holy Alliance, which was joined by the rulers of Austria and Russia. അപ്പോൾ ഈ ഒരു ക്വാഡ്രപ്പിൾ അലയൻസ് അല്ലെങ്കിൽ ട്രിപ്പിൾ അലയൻസ് കൂടാതെ തന്നെ അന്നത്തെ റഷ്യയുടെ ഭരണാധികാരിയായിരുന്ന ആര്, സർ അലക്സാണ്ടർ ഫസ്റ്റ്, അദ്ദേഹം എന്ത് ചെയ്യുന്നു, പുതിയൊരു അലയൻസ് പ്രപ്പോസ് ചെയ്യുന്നു. അതിൻ്റെ പേരാണ് എന്താ, ഹോളി അലയൻസ് എന്ന് പറയുന്നത്. അതിനകത്ത് ഓസ്ട്രിയയുടെയും റഷ്യയുടെയും ഭരണാധികാരികൾ എന്ത് ചെയ്തു, കൂടിച്ചേരുകയും ചെയ്തു. ഇതിൻ്റെ കൺക്ലൂഷനാണ്, ദ പൊളിറ്റിക്കൽ സിസ്റ്റം ഡിസൈൻഡ് ബൈ ദ വിയന്ന കോൺഗ്രസ് ലാക്ക്ഡ് പൊളിറ്റിക്കൽ മെച്യൂരിറ്റി ആൻഡ് ഫെയർനെസ്. അപ്പോൾ ഇങ്ങനെ ഇവർ കൊണ്ടുവന്ന ഈ ഒരു കോൺഗ്രസ് ഓഫ് വിയന്നയിൽ ഉണ്ടായ ഈ ഒരു രാഷ്ട്രീയ സംവിധാനത്തിന് ഒരു രാഷ്ട്രീയപരമായ പക്വതയോ അതോടൊപ്പം തന്നെ എന്താണ്, ഒരു ഫെയർനെസ്സോ ഒരു സത്യസന്ധതയോ ഇതിനകത്ത് ഇല്ലായിരുന്നു. വൈൽ റീഡ്രോയിങ് ദ പൊളിറ്റിക്കൽ മാപ്പ് ഓഫ് യൂറോപ്പ്, ബിഗ് ഫോർ വെയർ ഗൈഡഡ് ബൈ സെൽഫിഷ് മോട്ടീവ്സ്. ഈ യൂറോപ്പിൻ്റെ ഈ നഷ്ടപ്പെട്ടു പോയ ആ ഒരു രൂപരേഖ വീണ്ടെടുക്കുക എന്നതുകൊണ്ട് ഇവരുദ്ദേശിച്ചത് ഈ ബിഗ് ഫോറിൻ്റെ എന്ത് ചെയ്യുക, അവരുടെ ആ ഒരു സെൽഫിഷ് മോട്ടീവ് എന്ത് ചെയ്യണം, നടപ്പിലാക്കുക. അതാണ് പ്രധാനമായിട്ട് ഉദ്ദേശിച്ചത്. ദ വിയന്ന സെറ്റിൽമെൻറ്റ് വാസ് ഫൗണ്ട് ടു ഫെയിൽ ഓർ ഇറ്റ് ഇഗ്നോർഡ് നാഷണൽ സെൻറ്റിമെൻറ്റ്സ് ആൻഡ് പീപ്പിൾസ് ഇൻട്രസ്റ്റ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പറയാം എന്താ, ഈ വിയന്ന സെറ്റിൽമെൻറ്റ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും എന്താണ്, പരാജയമായിരുന്നു. കാരണം
ദേശീയപരമായ വികാരങ്ങളെയോ അല്ലെങ്കിൽ ജനങ്ങളുടെ താല്പര്യങ്ങളെയോ എന്ത് ചെയ്തില്ല, ഇതിനകത്ത് പരിഗണിക്കുകയുണ്ടായില്ല. ദ കോൺഗ്രസ് ട്രൈഡ് ടു ക്രഷ് ദ ഐഡിയാസ് ഓഫ് ലിബർട്ടി, ഇക്വാളിറ്റി ആൻഡ് ഫ്രറ്റേണിറ്റി ബൈ വിച്ച് ദ ഫ്രഞ്ച് റവല്യൂഷൻ ഇസ് പ്രൊപ്പഗേറ്റ്. ഈ ഫ്രഞ്ച് റവല്യൂഷൻ പ്രൊപ്പഗേറ്റ് ചെയ്ത ലിബർട്ടി, ഇക്വാളിറ്റി, ഫ്രറ്റേണിറ്റി തുടങ്ങിയ ആശയങ്ങളെ എന്ത് ചെയ്തു, ഈ കോൺഗ്രസ് ഓഫ് വിയന്ന വഴി നശിപ്പിച്ച് കളയുകയാണ് ചെയ്തത്. But the ideas remained active in the minds of Europeans and they rose again in good time to overthrow the oppressions of the people. പക്ഷേ ഈ ആശയങ്ങൾ ഇങ്ങനെ ഈ കോൺഗ്രസ് ഓഫ് വിയന്ന വഴി ഇല്ലാതാക്കാൻ ശ്രമിച്ചു എങ്കിൽ പോലും യൂറോപ്യൻ ജനങ്ങളുടെ മനസ്സിൽ ഈ 3 ആശയങ്ങൾ എന്തായിരുന്നു, അപ്പോഴും ഉണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് എന്താണ്, ഒരു സമയം അവർക്ക് കിട്ടുകയാണെങ്കിൽ എന്താണ്, ഈ ഗവൺമെൻറ്റുകളെ എന്ത് ചെയ്യാൻ, ഈ അല്ലെങ്കിൽ അടിച്ചമർത്തപ്പെട്ട ഈ ഗവൺമെൻറ്റുകൾ അല്ലെങ്കിൽ ഈ അടിച്ചമർത്തപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടിയിട്ട് എന്താ ഈ ആശയങ്ങൾ ഉപയോഗിക്കാൻ അവരെന്ത് ചെയ്തു, ഭാവിയിൽ ശ്രമിക്കും എന്നൊരു ധാരണ ആർക്കുണ്ടായിരുന്നു, യൂറോപ്പിലെ ജനങ്ങൾക്ക് തന്നെയുണ്ട്. അപ്പോൾ ഈ കോൺഗ്രസ് ഓഫ് വിയന്ന വഴി എന്ത് ചെയ്തത്, ഈ ആശയങ്ങളിലാക്കി. പക്ഷേ ആ യൂറോപ്യൻ ജനങ്ങളുടെ മനസ്സിലെന്താ ഈ ആശയം ഉണ്ടായിരുന്നു, സമീപ ഭാവിയിൽ എപ്പോഴെങ്കിലും എന്ത് ചെയ്യാൻ ഇവരെ അടിച്ചമർത്തിയവർക്കെതിരായിട്ട് ഈ ആശയങ്ങൾ ഉപയോഗിക്കാം എന്നൊരു തോന്നൽ ഇവരുടെ മനസ്സുകളിൽ ഉണ്ടായിരുന്നു. In spite of its failure, the Vienna Congress had some fruitful results to its credit. അപ്പോൾ ഇങ്ങനെയൊക്കെ പരാജയമായിരുന്നു എങ്കിൽ പോലും ചില നല്ല വശങ്ങൾ ഇതിനകത്തുണ്ടായിരുന്നു, ഈ കോൺഗ്രസ് ഓഫ് വിയന്നയിലുണ്ടായിരുന്നു. ഇറ്റ് പ്രിവെൻറ്റഡ് എ യൂറോപ്യൻ ഓർ വേൾഡ് വാർ ഫോർ എ സെഞ്ചുറി. എന്താണ്, ഒരു നൂറ്റാണ്ട് വരെ എന്ത് ചെയ്യുവാൻ, ഒരു യൂറോപ്യൻ വാറോ അല്ലെങ്കിൽ ഒരു വേൾഡ് വാറോ ഉണ്ടാകുന്നതിനെ എന്ത് ചെയ്യാൻ, പ്രിവെൻറ്റ് ചെയ്യാൻ അവർ കഴിഞ്ഞു. ഇറ്റ് മെയിൽഡ് ബോൾഡ് സ്റ്റാർട്ട്സ് ഇൻ സെറ്റിൽ ഡിസ്പ്യൂട്ട് ബൈ കൺവീനിങ് കോൺഫറൻസ്. അതുപോലെ തന്നെ എന്താണ്, കോൺഫറൻസുകൾ വഴി എന്ത് ചെയ്യുവാൻ, ആ ഡിസ്പ്യൂട്ടുകൾക്ക് പരിഹാരം കാണാൻ ഇവർ ശ്രമിച്ചു. ദസ് ഇറ്റ് ബിക്കെയിം എ ഫോർറണ്ണർ ഓഫ് ദ ലീഗ് ഓഫ് നേഷൻസ് ആൻഡ് ദ പ്രസൻറ്റ് യുഎൻ. അപ്പോൾ അതുകൊണ്ട് എന്താണ്, ഈ ലീഗ് ഓഫ് നേഷൻ്റെ അല്ലെങ്കിൽ പിന്നെ ഇപ്പോൾ നിലവിലുള്ള യുഎൻഎയുടെ ഒരു മുൻഗാമിയായിട്ടൊരു വഴികാട്ടിയായിട്ട് നമുക്ക് ഇതിനെ കണക്കാക്കാം, ഈ കോൺഗ്രസ് ഓഫ് വിയന്നയെ കണക്കാക്കാം.